നിലമ്പൂരിൽ കരുത്തുകാട്ടിയതോടെ വീണ്ടും സജീവ ചർച്ചയായി പി വി അൻവറിന്റെ മുന്നണി പ്രവേശനം. യുഡിഎഫിനൊപ്പം മുന്നോട്ടു പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ടു പോകുമെന്നായിരുന്നു ഫലത്തിന് പിന്നാലെയുള്ള പി വി അൻവറിന്റെ പ്രതികരണം. അൻവറിന് യുഡിഎഫ് വാതിൽ അടഞ്ഞിട്ടില്ലെന്ന് സണ്ണി ജോസഫും പ്രതികരിച്ചു. ഫലത്തിന് പിന്നാലെ അൻവറിനെ പരോക്ഷമായി സ്വാഗതം ചെയ്യുന്നതായിരുന്നു ലീഗ് നേതാക്കളുടെ പ്രതികരണം. വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒറ്റയാൾ പോരാട്ടം നടത്തി പി വി അൻവർ നിലമ്പൂരിൽ കരുത്തു കാട്ടിയതോടെയാണ് യുഡിഎഫ് പ്രവേശനം സജീവ ചർച്ചയായത്. യുഡിഎഫ് മുന്നണി പ്രവേശനത്തിന്റെ ചർച്ചകൾക്കും അൻവർ തന്നെ വാതിൽ തുറന്നിട്ടു. മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് യുഡിഎഫ് സ്വീകരിച്ചാൽ ആ യുഡിഎഫിനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് വേളയിൽ ഉടനീളം പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിച്ചിരുന്ന പി വി അൻവർ വി ഡി സതീഷിനോട് വ്യക്തിപരമായ വിരോധമില്ലെന്നായിരുന്നു ഫലപ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ പ്രതികരണം. എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല. അദ്ദേഹത്തിന് വന്ന ഒരു വീഴ്ച അത് എന്നെ അപമാനപ്പെടുത്തുന്നതിന് സമാനമായിരുന്നു. ആ വിഷയം തീർന്നുണ്ടെങ്കിൽ തീർന്നല്ലോ. എന്നാൽ അൻവറിന്റെ യുഡിഎഫിലേക്കുള്ള വാതിൽ അടഞ്ഞിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. എന്നാൽ പി വി അൻവറിനെ പരോക്ഷമായി സ്വാഗതം ചെയ്യുന്നതായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. അൻവറിന്റെ യുഡിഎഫ് പ്രവേശനം ചർച്ച ചെയ്യുമെന്നും നിലമ്പൂർ കഴിഞ്ഞാലും അൻവറിന് കയറാൻ ഇനിയും സ്റ്റേഷനുകൾ ബാക്കിയുണ്ടല്ലോ എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യുഡിഎഫ് അധികാരത്തിൽ തിരിച്ചു വരണം. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ചുവടുവെപ്പാണ് ഇപ്പോൾ നമുക്ക് നിലമ്പൂരിൽ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകും. 27 പാർട്ടി ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ. ജനാധിപത്യപരമായ ആ സമീപനം എടുക്കാൻ നമുക്ക് അതല്ലേ നല്ലത്. സർക്കാരിനെതിരെ പിന്തുണയ്ക്കുന്ന എല്ലാവരെയും കൂടെ നിർത്തണമെന്ന് രമേശ് ചെന്നിത്തലയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഈ ഗവൺമെന്റിനെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെയും കൂടെ നിർത്തണം എന്നുള്ളതാണ് എല്ലാ കാലത്തെയും UDFിന്റെ നയം. അൻവർ പിടിച്ച വോട്ടുകൾ സർക്കാർ വിരുദ്ധ വോട്ടുകളായാണ് UDFും വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ 2026 ഒരുമിച്ച് പോകാൻ ഇരു വിഭാഗത്തിനും ആഗ്രഹവുമുണ്ട്. എന്നാൽ ആര് മുൻകൈയെടുക്കുമെന്നതാണ് ഇനി ശേഷിക്കുന്ന ചോദ്യം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.